മാസങ്ങൾക്ക് മുൻപ് എമ്പുരാന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് പലരും വിമർശിച്ചത് പണത്തിനു വേണ്ടി സ്വന്തം ആരാധകരെയും സ്വന്തം പ്രേക്ഷകരെയും മറന്നുകൊണ്ട് മോഹൻലാൽ എന്ത് തെമ്മാടിത്തരം കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ വലിയ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പലരും കരുതിയത് അന്ന് മോഹൻലാലിന് കണ്ണു തുറക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം പാഠം പഠിക്കുമെന്ന് കരുതിയെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനെ വെള്ളപൂശാനായി മോഹൻലാൽ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ 10 വർഷം തികഞ്ഞിരിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ വിവിധ മേഖലയിൽ നിന്നുണ്ടാകുന്നു. ആരോഗ്യ മേഖല വലിയ തകർച്ചയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി എന്ന് ശിവൻകുട്ടി അവകാശപ്പെടുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മികച്ച വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്? എന്തിനു പറയുന്നു, നമ്മുടെ കർണാടകയിൽ പോലും എത്തി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടല്ലോ. മികച്ച വിദ്യാഭ്യാസമാണെങ്കിൽ അവിടെ നിന്നും കേരളത്തിലേക്കല്ലേ വിദ്യാർത്ഥികൾ വരേണ്ടത്? കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉള്ളത് കൊണ്ട് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടി വിവിധ ആൾക്കാർ എത്തുന്നു. അതുപോലെ മികച്ച വിദ്യാഭ്യാസവും അവസരങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നില്ല, മറിച്ച് തിരിച്ചാണ് പോകുന്നത്? അതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖല പരാജയത്തിന്റെ വക്കിലാണ്. ആരോഗ്യ മേഖലയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ തിരികെ ജീവനോടെ വരാമെന്നത് ഒരു ഉറപ്പില്ലാത്ത കാര്യമായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ സിസ്റ്റം, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സിസ്റ്റം പൂർണ്ണമായ പരാജയമായി തന്നെ നമുക്ക് പത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ചികിത്സാ പിഴവില്ലാത്ത, വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും കേരളത്തിലെ പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായി തന്നെ കൈയൊഴിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടു. പണ്ട് RSSനെയും BJPയും കാണിച്ചു അവരുടെ ഉമ്മാക്കി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ഭീതി. അവർ വന്നാൽ നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ്, RSSനെയും BJPയും തടയുന്നത് ഞങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ ആ രീതിയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴും അങ്ങനെ ഭയപ്പെടുത്തുമ്പോഴും അവർ UDFനോടൊപ്പം നിൽക്കുന്നത് കണ്ടു. പിന്നീട് പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ, ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ വോട്ട് തട്ടാനുള്ള പരിപാടിയുമായി ഇറങ്ങി. അവിടെയും തിരിച്ചടിയാണ്. സ്വന്തം വോട്ട് ബാങ്ക് തന്നെ അത് BJPയിലേക്ക് ഒഴുകുന്നത് കണ്ടു. അത് നാം ആറ്റിങ്ങലിൽ കണ്ടു, ആലപ്പുഴയിൽ കണ്ടു, കണ്ണൂരിൽ കണ്ടു, കാസർഗോഡ് കണ്ടു. അങ്ങനെ വിവിധ മേഖലയിൽ CPMന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദുക്കൾ BJPയുടെ പുറകെ പോവുകയാണ്. അങ്ങനെ സ്വന്തം അണികൾ പോലും വോട്ട് ചെയ്യാത്ത ഒരു പാർട്ടിയായി പിണറായി സർക്കാരും CPMും അധപ്പതിച്ചിരിക്കുമ്പോൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, കേരളത്തിന്റെ മഹാനടനായി അവകാശപ്പെടുന്ന ചിലർ ചൂണ്ടിക്കാണിക്കുന്ന മോഹൻലാൽ പിണറായി വിജയനുമായി ഇന്റർവ്യൂ നടത്തുകയാണ്, അഭിമുഖം നടത്തുകയാണ്. ഇരുവർ എന്ന പേരിൽ പണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു പിണറായി വിജയൻ ചിരിക്കുമോ എന്നുള്ളത്. പിണറായി വിജയൻ ചിരിച്ചു കാണുന്നത് കുറവാണ്. പിന്നീട് നാം ചിരിച്ചു കണ്ടത് എപ്പോഴാണ്? 2016-ലും 2021-ലും ചില തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലാണ് പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട്, പല്ല് കാണിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് നാം കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചിരിച്ച മുഖം കാണുകയാണ്. പക്ഷെ മുന്നിലിരിക്കുന്നത് മോഹൻലാൽ എന്ന നടനാണ്. അപ്പോൾ മോഹൻലാൽ പണത്തിനു വേണ്ടി ഇത്രയും ഈ സർക്കാരിനെ, അഴിമതി നിറഞ്ഞ സർക്കാരിനെ വെള്ളപൂശാനുള്ള ശ്രമത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിൽ മന്ത്രിമാർ തന്നെയാണ് ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വരുന്നത്. പല മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നത് മോഹൻലാലും പിണറായി വിജയനും തമ്മിൽ വലിയ സൗഹൃദമാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ അഭിമുഖത്തിന് തയ്യാറായതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വിവേകമുണ്ട്, അവർ വാർത്തകൾ കൃത്യമായി തന്നെ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ BJP എന്ന പാർട്ടിയെ വലിയ രീതിയിൽ അകറ്റി നിർത്തുവാൻ, അത് വർഗീയ പാർട്ടിയായി അകറ്റി നിർത്തുവാൻ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്തുകൊണ്ട് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നു? അത്
അവർക്കറിയാം, ജനങ്ങൾക്കറിയാം, അഴിമതി നിറഞ്ഞ 2 മുന്നണികൾ ഭരിച്ചിരുന്നു. ഇപ്പോൾ 3-ാം മുന്നണി വരട്ടെ, വികസനം പറയുന്ന ഒരു മുന്നണി വരട്ടെ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അവിടെ സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. പണ്ട് 90-ലും 2000-ലുമെല്ലാം പരിപ്പുവടയും ചായയും ദേശാഭിമാനിയും കൈരളിയും മാത്രം കണ്ടിരുന്ന ജനത്തിന്റെ കയ്യിൽ ഇന്ന് മൊബൈൽ ഫോണുകളുണ്ട്. അതിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്താണ് നടക്കുന്നത്? ഈ കമ്മ്യൂണിസം പറയുന്ന നേതാക്കൾ ജനങ്ങൾ തങ്ങൾക്ക് അധികമായി വരുന്ന പണമായാലും ഭക്ഷണമായാലും അടുത്തുള്ളവന് കൈമാറണമെന്ന് പറയുന്ന നേതാക്കൾ കോടാനുകോടി രൂപയുടെ കെട്ടിടങ്ങളിൽ സുഖമായി ജീവിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ അണികൾ തിരിച്ചറിയുകയാണ്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ഹൈന്ദവ ഭൂരിപക്ഷം അവർ മതേതരവാദികളാകണം. പക്ഷെ ന്യൂനപക്ഷത്തിന് മതേതര ഒരു പ്രശ്നമേ അല്ല. ഇതും ഇപ്പോഴുള്ള ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ തിരിച്ചറിഞ്ഞു. അത് പാർട്ടിയുടെ തകർച്ചയിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. മുൻകാലങ്ങളിൽ പലരും സൂചിപ്പിച്ചു, ബംഗാളിലും ത്രിപുരയിലും നടന്നത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ സഹകരണ സംഘം ബാങ്കുകളുണ്ട്, അവർക്ക് ജോലി നൽകുകയാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPM-നെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിൽ അത് ഒന്നൊന്നായി തകരുന്ന കാഴ്ചയായിരുന്നു നാം ഇപ്പോൾ കാണുന്നത്. ആ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉണ്ടാകുന്നു. ഒന്ന് പരിശോധിച്ചു നോക്കൂ പയ്യന്നൂരിൽ സംഭവിച്ചത്. ഒരു കാലത്ത് CPM-ന്റെ MLA ഇങ്ങനെ തുറന്നു പറയും, രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച കാര്യം തുറന്നു പറയാൻ പൊതുസമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്കുള്ളിൽ മുന്നിൽ വരുമെന്ന് മറ്റുള്ള പൊതുജനത്തോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. CPM-ന്റെ ഉള്ളിൽ വലിയ പ്രതിസന്ധിയാണ്. എല്ലാ പാർട്ടി അണികളും നേതാക്കളും വിവിധ പാർട്ടികളിലേക്ക് ചേക്കേറുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? പാർട്ടിയുടെ ഒരു തകർച്ചയുടെ തുടക്കമായി തന്നെ ജനം നോക്കിക്കാണുന്നു. അങ്ങനെ തകർന്ന് ഇല്ലാതാകുന്ന ഒരു പാർട്ടിയെ രക്ഷിക്കാനാണ് ഇപ്പോൾ മോഹൻലാൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ മോഹൻലാലിനെ പണത്തോടുള്ള താല്പര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. എമ്പുരാൻ എന്ന സിനിമ വിവാദമാകുന്നു. അന്ന് ഈ സിനിമ കാണാനായി ആദ്യം ഓടിയെത്തുന്നത് പിണറായിയാണ്. പിണറായി തന്റെ ഭാര്യയും കൂട്ടി ചെറുമകനെയും കൂട്ടി ഓടിയെത്തുകയാണ് വാഹനത്തിൽ ആ സിനിമ കാണാനായി. പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞത് മറ്റൊരു കാര്യം, ഈ മോഹൻലാൽ തന്നെ. അങ്ങനെ പണത്തിന് വേണ്ടി മോഹൻലാൽ വീണ്ടും ഒരു പടുകുഴിയിൽ പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മാസങ്ങൾ മാത്രം കാത്തിരുന്നാൽ കാണാവുന്നതാണ്. മോഹൻലാൽ അങ്ങനെ വെള്ളപൂശാനായി, പിണറായി വിജയനെ വെള്ളപൂശാനായി ഇറങ്ങിത്തിരിച്ചാൽ അദ്ദേഹത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ അറിയാം. ഇനി ഇതും നാം ഇതിനു മുൻപും കണ്ടിരുന്നല്ലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപും നാം ഇത്തരത്തിൽ വെള്ളപൂശലുകൾ കണ്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഭക്തനാണ്. ഈ ഒരു 2-3 വർഷം പരിശോധിച്ചാൽ പിണറായിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ചിരിക്കുന്നു, ശരണം വിളിക്കുന്നു. ഇതുപോലെ തന്നെ മോഹൻലാലിനെ അടുത്ത് കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നു. പണ്ട് ഈ CPM അണികൾ ഉൾപ്പെടെ സംഘി ലാൽ എന്ന് വിളിച്ചിരുന്നതെല്ലാം ചരിത്രം. അതെല്ലാം മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്തായാലും മോഹൻലാൽ ഇത് ചെയ്തത് ശരിയാണോ എന്നത് അദ്ദേഹം പലതവണ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ അഭിമുഖം കടക്കുന്നത്.